കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശിക്ഷാ നടപടിയുടെ ഭാഗമായി 5 അധ്യാപികമാരെ മലബാറിലേക്ക് സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിൽ 3 പേരെ വയനാട് ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഇത് സംബന്ധിച്ച് ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചിരുന്നു. വയനാട് പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജില്ലയെ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമായിട്ടാണോ സർക്കാർ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കോട്ടയം RDDയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണ്. ഒരു സ്കൂളിൻ്റെ ഏറ്റവും പ്രാഥമിക ആവശ്യമാണ് അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക. അതിലൊരു കാരണവശാലും സഹകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഈ അധ്യാപകർ. പിന്നെ കുട്ടികളെ 2 തരത്തിൽ കാണുക, അതായത് അധ്യാപകർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാർക്ക് കുറയ്ക്കുക, സ്റ്റാഫ് റൂമിൽ വളരെ മോശം രീതിയിൽ നടത്തുക, സ്ഥലം MLAയും PTA-യും SMC എല്ലാം കൂടി വിളിച്ച യോഗത്തിൽ പോലും സഹകരിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അധ്യാപകരെ സ്ഥലം മാറ്റും. അതിൽ 3 പേര് വയനാട്ടിലേക്ക്. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം, ഈ വയനാട്ടിലേക്ക് ശിക്ഷാ നടപടിയുടെ ഭാഗമായി ആളുകൾ അയക്കുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. ആ ശീലം അവസാനിപ്പിക്കണം. അല്ല, വയനാട് ഈ ശിക്ഷാ നടപടി നേരിടുന്ന ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാനുള്ള ജില്ലയല്ല. ഇത് കേരളത്തിലെ 14 ജില്ല പോലെ അന്തസ്സുള്ളൊരു ജില്ലയാണ് വയനാട്. ആ അന്തസ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ശിക്ഷാ നടപടി നേരിടുന്ന ആളുകളെ കൊണ്ട് ഡംപ് ചെയ്യുന്ന പോലെയാണ് വയനാട്ടിലേക്ക് വിടുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നത് വയനാടും കാസർഗോഡുമാണ് അങ്ങനെ പരിഹരിക്കുക എന്നുള്ളത്. അത് പറ്റില്ല. ഇത് ട്രൈബൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഒരു സ്ഥലം എന്ന് പറയുന്നത് കർണാടക ബോർഡറിലുള്ള ലാസ്റ്റ് സ്കൂളാണ് വയനാട്ടിൽ. അപ്പം അത്രയും പ്രയാസകരമായ രീതിയിൽ വിദ്യാഭ്യാസം ഇപ്പം നടത്താൻ അവിടെ അധ്യാപകരും PTA ഒക്കെ ഒരുമിച്ച് നന്നായി ചെയ്യുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ഈ അധ്യാപകരെ കൊണ്ടുവരുന്നതോട് അവിടെ ഇന്നലെ മീറ്റിംഗ് കൂടി PTA ഒക്കെ ശക്തമായി ഇതിനെതിരാണ്. ഇതൊരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. അച്ചടക്ക നടപടി നേരിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലമാണോ വയനാട് എന്നതാണ് ചോദ്യം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. സർക്കുമെതിരായ ശിക്ഷ ആര് സഹിക്കണം? ഈ ശിക്ഷ സഹിക്കേണ്ടത് കുട്ടികളാണോ? ഒഴിവാക്കുന്നവരെ വയനാട്ടിലേക്ക് തട്ടുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ മനോഗതി എന്താണ്? വയനാട്ടിലെ കുട്ടികൾക്ക് പഠിക്കേണ്ട വടക്കോട്ട് തട്ടുന്നതിലെ കുഴപ്പം എന്താണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഈ മനസ്ഥിതി മാറേണ്ടതിലെ ഷംസാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനൊപ്പം M ഷാജിർ ഖാൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, V ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഗൗരവതരമായ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോഴും ഈ പതിവ് തുടരുന്നതിലെ രാഷ്ട്രീയം അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്നതൊക്കെ വളരെ പ്രധാനമാണ്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്താണോ വലിയ വീഴ്ച നിൽക്കുന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ശ്രീ ഷംസാദ് മരക്കാർ, ഈ വയനാടും കാസർഗോഡും പണ്ടേ ഈ സിനിമയിലൊക്കെ ഡയലോഗ് ഉണ്ടല്ലോ, നിന്നെ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, വല്ല കുറ്റിക്കോട്ടിലേക്കോ ബേഡെടുക്കയിലേക്കോ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിലേക്കോ മാനന്തവാടിയിലേക്കോ അല്ലെങ്കിൽ അതിർത്തിയിലേക്കോ. എന്തൊരു മോശപ്പെട്ട സമീപനമാണ്. ആ സമീപനം ഇപ്പോഴും തുടരുന്നു. അവിടുത്തെ കുട്ടികൾക്കും പഠിക്കേണ്ടേ എന്നതാണ് പ്രസക്തമായ ചോദ്യം. മാത്രമല്ല, ഈ കുറ്റവാളികൾ സ്വഭാവമുള്ള, അല്ലെങ്കിൽ കുറ്റവാളി എന്നൊരു പക്ഷേ പറയാൻ കഴിയില്ലായിരിക്കും, ഈ മോശ സ്വഭാവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും നന്നാക്കാനുള്ള ദുർഗുണ പരിഹാര പാഠശാലകളാണോ ഈ വയനാട്ടിലെയും കാസർകോട്ടെയും ഒക്കെ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ? ഒരിക്കലുമല്ല. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു സർക്കാർ വകുപ്പിലും അച്ചടക്ക നടപടി ഉണ്ടായാൽ അവരെ ഉടനെ സ്ഥലം മാറ്റുന്നൊരു ജില്ലയായി വയനാട് മാറുകയാണ്. ഇത് കുറേ വർഷങ്ങളായി വയനാട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന പല ഉദ്യോഗസ്ഥരും വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് പോകാനുള്ള എല്ലാ നടപടികളും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും. ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കും, അവരിവിടെ വരുന്നു, ലീവ് എടുക്കുന്നു, അവർ പോകുന്നു. അങ്ങനെ നമ്മൾ പല ജില്ലാതല ഉദ്യോഗസ്ഥരടക്കം, അതിൻ്റെ കീഴെയുള്ള ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിൽ വരുന്ന ആളുകൾ വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു. ഇത് ജില്ലയിലെ വികസന സമിതി യോഗത്തിൽ ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ വരാനുള്ളൊരു സ്ഥലമല്ല വയനാട്. അപ്പോൾ അതിനുശേഷം ഏറ്റവും അവസാനം ഉണ്ടായതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചങ്ങനാശ്ശേരി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ നടപടി. ഈ ട്രാൻസ്ഫർ നടപടിയിൽ 5 അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്തു. അതിൽ 3 പേരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. അപ്പോൾ ഈ സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയത് കോട്ടയം RDD ആണ്. അപ്പോൾ RDDയുടെ ഉത്തരവിൽ അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണങ്ങളാണ് ഇതിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിലൊരു പ്രതികരണം ഉണ്ടാവാനുള്ള കാരണം. അതിൽ പരാതിക്കാരെന്ന് പറയുന്നത് ആ സ്കൂളിലെ കുട്ടികളാണ്. RDD മൊഴിയെടുക്കാൻ വന്നപ്പോൾ പല അധ്യാപകരും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയും ചില അധ്യാപകർ ഈ റെക്കോർഡിൻ്റെ കാര്യത്തിൽ 81 ചിത്രം വരെ വരപ്പിക്കുകയും അതിന് സമയം അനുവദിക്കാതിരിക്കുകയും മാനസികമായി വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ RDDയോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതിൽ അധ്യാപകരെ കുറിച്ച്. ആ അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. ആ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം താങ്കൾ പറഞ്ഞതുപോലെ വയനാട് എന്ന് പറയുന്നത് കേരളത്തിലൊരു ജില്ലയാണ്.
അല്ലാതെ ഞങ്ങൾ ആർക്കും വേണ്ടാത്ത ഉദ്യോഗസ്ഥരെ, അച്ചടക്ക നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥരെ, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തു പോകുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ മാത്രം സഹിക്കേണ്ട ഒരു ജില്ലയല്ല. ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരേണ്ടത് ഞങ്ങൾക്കാണ്. കാരണം കേരളത്തിലെ 7 ബ്ലോക്കുകളെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആസ്പിരേഷൻ ബ്ലോക്കായി പ്രഖ്യാപിക്കുന്നത്. അതിൽ 4 ബ്ലോക്കുകളും ഉള്ളത് വയനാട് ജില്ലയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആസ്പിരേഷൻ ജില്ല, പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്ന് പറയുകയും അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജില്ലയാണ് വയനാട്. അപ്പം ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് തരേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ആ പ്രത്യേക പരിഗണന തരുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള ചില നടപടികൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ വന്ന അധ്യാപകർക്ക് കിട്ടിയ സ്കൂളുകൾ വയനാട്ടിൽ ഒന്ന് കല്ലൂർ സ്കൂളാണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ പോപ്പുലേഷൻ ഉള്ളൊരു ജില്ലയാണ്, ഒരു പഞ്ചായത്താണ്. അടുത്തത് നീർവാരം സ്കൂളാണ്. ഏറ്റവും കൂടുതൽ ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നീർവാരം. അതിനുശേഷമുള്ളത് പെരിക്കല്ലൂർ സ്കൂളാണ്. പെരിക്കല്ലൂർ സ്കൂൾ എന്ന് പറയുന്നത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും അവസാനത്തെ നമ്മുടെ ജില്ലയുടെ ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളാണ് ഞങ്ങളത്. അവിടെ ഞങ്ങൾ വർഷങ്ങളായി ഇപ്പോൾ PTA അധ്യാപകരും നാട്ടുകാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്ന് ഈ വിജയശതമാനം ഉയർത്താൻ വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി സ്കൂളിൽ വിജയശതമാനം ഉയർത്താൻ ശ്രമിച്ചതിൽ സഹകരിക്കാതിരുന്ന് അച്ചടക്ക നടപടി നേരിട്ട ആളുകളെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നൊരു രീതി ശരിയല്ല. അവരെ മറ്റു പല മേഖലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പല കാര്യങ്ങളുണ്ട്, BRCകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നേരിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ചില പോസ്റ്റുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ മാറ്റാം. അതിന് പകരം അവരെ വയനാട്ടിലേക്ക് മാറ്റിയ നടപടി ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി നേരിടുന്നു. ഇപ്പോൾ നമ്മുടെ സർവീസ് ചട്ടം അനുസരിച്ച് സസ്പെൻഷൻ ഒരു അച്ചടക്ക നടപടി അല്ല എങ്കിലും അച്ചടക്ക നടപടിയാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ കുട്ടികളെ പഠിപ്പിക്കാത്ത ഉഴപ്പുകയും ഉറങ്ങുകയും ചെയ്ത അധ്യാപകരെ അവരെ തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൂടെ? അവിടെ എന്താണ് കുഴപ്പം? ശിക്ഷാ നടപടിയുടെ ഭാഗമായി കോട്ടൺ ഹിൽ സ്കൂളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്കൂളാണെന്നാണല്ലോ പറയുന്നത്. ആ സ്കൂളിൽ വന്ന് പഠിപ്പിക്കട്ടെ. അവരുടെ പഠനം ഇവിടെ സർക്കാർ നേരിട്ട് അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ചാല സ്കൂളിലേക്ക് മാറ്റട്ടെ. എന്തേ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഇടുക്കിയിലെ മലയോര മേഖലകളിലേക്കും വയനാടിൻ്റെ മലയോര മേഖലകളിലേക്കും കാസർഗോഡിൻ്റെ അതിർത്തി മേഖലകളിലേക്കും തള്ളുന്നു? അവിടുത്തെ കുട്ടികൾ വളരെ മിടുക്കരാണ്, അവർ മോശമൊന്നുമല്ല. അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ മോശം പ്രവണത. അതെന്തുകൊണ്ടാണ്? ശ്രീ ഷാജർ ഖാൻ, താങ്കൾ മ്യൂട്ടാണെന്ന് തോന്നുന്നു. സോറി ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അല്ല, അങ്ങനെ ഈ റംഷാദ് മരക്കാർ പറഞ്ഞ ആ വികാരത്തോടും അദ്ദേഹം അവതരിപ്പിച്ച പോയിന്റ്സിനോട് ഞാൻ യോജിക്കുന്നു. പൊതുവിൽ വടക്കൻ കേരളം, വയനാടോ കാസർഗോഡോ ഇങ്ങനെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് അധ്യാപകരോ ജീവനക്കാരെയോ കൊണ്ടുപോയി തള്ളേണ്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനദണ്ഡം തന്നെ വാസ്തവത്തിൽ ശരിയായ ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് ആദ്യമേ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സമീപനം ഗവൺമെന്റ്, ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെന്റ് തീർച്ചയായും അങ്ങനെയുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫറുകൾ എടുക്കാതെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. അത് ആ അർത്ഥത്തിൽ ഒരു ജില്ലയെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രദേശത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി കാണേണ്ടുന്ന ഈ വിഷയത്തിൽ, ഈ ചങ്ങനാശ്ശേരിയിലെ ഈ പ്രത്യേക സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അധ്യാപകരെ സംബന്ധിക്കുന്ന കേസിന്റെ മെറിറ്റ് എന്താണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ യഥാർത്ഥത്തിൽ അവർ അർഹിച്ചിരുന്നോ? ഇപ്പോ ആ കോളേജ് പരാതി സമർപ്പിക്കുന്നു. പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ CCTV അവരുടെ വനിതാ റൂമിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, സ്റ്റാഫ് റൂമിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി സമർപ്പിക്കുന്നു. അതിനെ ചൊല്ലി അവിടുത്തെ പ്രഥമാധ്യാപകനുമായിട്ട് വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പരാതി, ഒരു സംഘർഷം ഉണ്ടാകുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ ടീച്ചർമാർക്കെതിരായ ഒരു വൈരാഗ്യ നടപടി എന്ന നിലയ്ക്ക്, ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി വന്ന ഒരു നടപടിയാണ് എന്നൊരു ഭാഗം തീർച്ചയായിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ആദ്യം പരാതി നൽകിയത് ടീച്ചർ. താങ്കൾ വീണ്ടും മ്യൂട്ടാണ് എന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായും പരിഗണിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. അങ്ങനെ ഒരു വൈരാഗ്യ ട്രാൻസ്ഫർ ആണ് നടത്തിയിരിക്കുന്നതെങ്കിൽ
ഇപ്പൊ നമ്മളുടെ ഈ ചർച്ചയ്ക്ക് തന്നെ പ്രാധാന്യമില്ല. കാരണം പക്ഷേ വലിയ പ്രാധാന്യമുണ്ട് അവര് ശ്രീ ഷാജർ ഖാൻ. പിന്നെ അങ്ങേ ഞാൻ തിരുത്തുകയാണ്. അങ്ങ് പറഞ്ഞതിനോട് പരിപൂർണമായി വിയോജിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം, അതിൻ്റെ മെറിറ്റ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്ത് അന്യായമെങ്കിൽ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ഒരു നടപടി നേരിടുന്നു, അത് ആ അധ്യാപകരുടെ ഭാഗത്ത് ന്യായമാണോ അന്യായമാണോ എന്നും മറ്റൊരു വിഷയമാണ്. അത് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്, മറ്റൊരു തലത്തിൽ ഇടപെടേണ്ട കാര്യമാണ്. പക്ഷേ ട്രാൻസ്ഫർ ആകുന്ന ആളുകൾ സർക്കാരിൻ്റെ മുന്നിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് തോന്നുവരെ ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണോ വയനാട്? വയനാട്ടിലെ കുട്ടികൾ അങ്ങനെയുള്ള ആളുകളെ വെച്ചാണോ പഠിക്കേണ്ടത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർത്തി ജില്ലകളിൽ വടക്കൻ കേരളത്തിലെ സ്ഥലങ്ങളിലേക്ക് അവരെ അയക്കുകയാണോ വേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ മാത്രമല്ല, മറ്റു വകുപ്പിലും പോലീസിലടക്കം പലപ്പോഴും നമ്മൾ സിനിമാ ഡയലോഗായി പോലും കേട്ടിട്ടുണ്ട്, നിന്നെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിക്കളയുമെന്നൊക്കെ, അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് മാറ്റിക്കളയും, വയനാട്ടിലേക്ക് മാറ്റിക്കളയുമെന്നൊക്കെ. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ അധ്യാപകരുടെ ഭാഗത്ത് മെറിറ്റുണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവർ, ഇവരെ ഞങ്ങൾ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറായി അങ്ങോട്ട് അയക്കുന്നു, അത് ഈ സർക്കാർ ഉത്തരവിൽ അച്ചടിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഈ പണ്ട് ആൻഡമാനിലേക്കൊക്കെ പലരെയും സ്വാതന്ത്ര്യ സമര കാലത്ത് അയച്ച പോലെ അയക്കേണ്ട സ്ഥലമാണോ വയനാട് എന്നതാണ് ചോദ്യം. അതാണ് പോയിന്റ്. അതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ വിയോജിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അതിനെനിക്ക് തർക്കമില്ല. ഞാൻ ഇതിന്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണാതിരിക്കരുത്. കാരണം നമ്മൾ ആ ടീച്ചർമാരെ മുൻനിർത്തി, ചങ്ങനാശ്ശേരിയിലെ ആ പ്രത്യേക അധ്യാപകരുടെ പ്രശ്നത്തെ മുൻനിർത്തി ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ അവരുടെ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ശിക്ഷാ നടപടി അർഹിക്കുന്നവരാണോ എന്നൊരു പോയിന്റ് ഉണ്ട് എന്നുള്ളത് കൂടി പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യമേ ഞാൻ പറഞ്ഞു, ശ്രീ റംഷാദ് മറിക്കാതെ പറഞ്ഞതുപോലെ വയനാട്ടിലോ കാസർഗോട്ടേക്കോ യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ ശിക്ഷാ നടപടി അർഹിക്കുന്നവർ അങ്ങനെയുള്ളവരെ പറഞ്ഞു വിടാൻ പാടില്ല. കാരണം വയനാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാസർഗോഡിനെ സംബന്ധിച്ച്, കാസർഗോഡ് എപ്പോഴും അങ്ങനെയുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫറിന്റെ കേന്ദ്രമാണ്. ഒരു പതിറ്റാണ്ടുകളായി കേരളത്തിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെ നടപടികൾ, അത് പല ശിക്ഷാ നടപടികൾ നേരിടുന്നവരെ സംബന്ധിച്ച് അത് അനുഭവിക്കേണ്ടത് കാസർഗോഡ് പോയിട്ടാണ്, അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിൽ പോയിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ബ്യൂറോക്രസി ആ രൂപത്തിൽ പരിവപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ബ്യൂറോക്രാറ്റിക് മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ബ്രിട്ടീഷ് വാഴ്ചയുടെ പിന്തുടർച്ചയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പല സന്ദർഭങ്ങളിലും. അത് ഇപ്പോഴും ഒരു ജനാധിപത്യ കേരളത്തിൽ, ജനാധിപത്യ വ്യവസ്ഥിതി നിൽക്കുന്ന പുരോഗമന ആശയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും ആ മട്ടിൽ അപരിഷ്കൃതമായ വിധത്തിലുള്ള കൈകാര്യം ചെയ്യലുകൾ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അതിപ്പോ ഇത് ആദ്യത്തെ സംഭവമല്ല, എത്രയോ കാര്യങ്ങൾ അവരങ്ങനെയാണ് എടുക്കുക. ഇപ്പൊ ഒരാളോട് ഗവൺമെന്റിന് ശരിയായിട്ടോ തെറ്റായിട്ടോ ഒരു പ്രത്യേക കാരണത്താൽ അയാളെ മാറ്റണം എന്ന് തോന്നിയാൽ നേരെ അത് വടക്കൻ കേരളത്തിലേക്കാണ്, എക്സ്ട്രീം വടക്കൻ കേരളത്തിലേക്കാണ് അയക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. അപ്പൊ അതൊരു ശിക്ഷ ആയിട്ട് അവർ ഏറ്റുവാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ശിക്ഷയായിട്ട് അവർ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇത് ഒരു സമ്പ്രദായം, ഒരു സംസ്കാരം, ഒരു സ്വഭാവം, ഒരു രീതി എന്ന നിലയ്ക്ക് എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഈ അധ്യാപകരെ സംബന്ധിച്ചും ചെയ്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരിയിലെ അധ്യാപകർ അങ്ങനെ ഒരു ശിക്ഷാ നടപടി അർഹിക്കുന്നവരല്ല. അവരെ സ്വീകരിക്കുന്നതിന്റെ പേരിൽ ഇപ്പൊ അവരെ ഞങ്ങൾക്ക് വേണ്ട വയനാട്ടിൽ എന്നാ ടീച്ചർമാർ പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്, എന്തോ കടുത്ത കുറ്റം ചെയ്തിട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ മടി എന്നുള്ള അടിസ്ഥാനത്തിൽ പറയുന്നതുകൊണ്ടാണ്. അല്ല, അത് മടുത്തിട്ടല്ലേ? അത് ഈ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ കോട്ടൺ സ്കൂൾ ഞാൻ ഉദാഹരണമായി പറയണം. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ വിദ്യാലയം എന്നൊക്കെ നമ്മൾ എപ്പോഴും വന്ന കോട്ടൺ സ്കൂള്, അവിടെയുള്ള അധ്യാപകരെ നോക്കൂ, സംഘടനാ നേതാക്കളാണ്. അതെപ്പോഴും ഭരണകക്ഷി അധ്യാപക സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് താവളമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള വേദിയായി മാറുകയാണ്. ചാല സ്കൂൾ നോക്കൂ, സംസ്ഥാന നേതാക്കൾക്ക് വന്ന് സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സ്കൂളുകളാണ്. മോഡൽ സ്കൂൾ നോക്കൂ. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ആളുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി സൗകര്യപ്രദമായി തലസ്ഥാനത്തേക്ക് സ്കൂളുകൾ നൽകുമ്പോൾ, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ അധ്യാപകരോ അല്ലെങ്കിൽ കോട്ടയത്തൊരു അധ്യാപകനോ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു 300 കിലോമീറ്റർ വടക്കോട്ട് തന്നെ പോകണമെന്നില്ലല്ലോ, തെക്കോട്ടും മാറ്റാമല്ലോ. ഈ വടക്കോട്ട് മാത്രം ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്. അവിടെയുള്ള കുട്ടികൾ മോശക്കാരല്ല. ഇപ്പോൾ പണ്ടൊരു മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, മലപ്പുറത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതി കണ്ടിട്ട് ഇതിൽ വലിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ റിസൾട്ടൊക്കെ വരുമ്പോൾ അത്ഭുതാവഹമല്ലേ അവിടുത്തെ സാധാരണ കുട്ടികൾ എത്ര മിടുക്കരായാണ് പഠിക്കുന്നത്. അതുപോലെ പഠിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഈ കാസർഗോട്ടും ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ ഉള്ള ആളുകൾ. അവർക്ക് കുറെ കൂടി സൗകര്യം വേണം. ശ്രീ ഷംസാദ് മരക്കാർ, ഇതിപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തെ, ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ അധ്യാപകരുടെ മെറിറ്റ് എന്താണ് എന്ന വിഷയത്തിലേക്ക് ആ ചർച്ചകൾ ചുരുങ്ങുകയാണെങ്കിൽ,
യഥാർത്ഥം നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ടല്ലോ, അത് ഈ അധ്യാപന മേഖലയിൽ മാത്രമായിരിക്കില്ല, റവന്യൂ മേഖലയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ ഈ വേണ്ടാതെ വരുന്ന ആളുകളെ തട്ടാനുള്ള സ്ഥലമായി എപ്പോഴും ഈ വയനാടിനെയൊക്കെ പരിഗണിക്കുന്നുണ്ടോ? ആ നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ തിരുവനന്തപുരത്തുന്ന കാര്യങ്ങൾ? മാത്രമല്ല അവിടെ വരുന്ന ഉദ്യോഗസ്ഥരും അധ്യാപകരും അടക്കമുള്ള ആളുകൾ വന്ന് ജോയിൻ ചെയ്യുന്നു, ലീവ് എടുത്ത് പോകുന്നു, അടുത്ത ട്രാൻസ്ഫർ വേണ്ടി വീണ്ടും തിരുവനന്തപുരത്ത് തമ്പടിച്ച് ശ്രമിക്കുന്നു. അങ്ങനൊരു സാഹചര്യമുണ്ടോ? തീർച്ചയായും ഞാൻ ഷാജർ ഖാൻ പറഞ്ഞ ഒരു മറുപടി, എനിക്ക് എൻ്റെ കയ്യിലുള്ളത് കോട്ടയം RDDയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിനകത്ത് കാര്യക്ഷമതയില്ലാത്ത അധ്യാപകരാണ് എന്നും അവരൊന്നിനും സഹകരിക്കുന്നില്ല എന്നും. അവിടുത്തെ സ്ഥലം MLA ജോബ് മൈക്കിൾ വിളിച്ച മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങൾക്ക് പോലും അവരൊന്നും പങ്കെടുക്കുന്നില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഈ അധ്യാപകർ എനിക്കൊരു വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. ചങ്ങനാശ്ശേരിയിലെ അധ്യാപകരുടെ മെറിറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആളുമല്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് കോട്ടയം RDD ഇറക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വായിക്കുന്നവരെല്ലാവർക്കും മനസ്സിലാവുന്നത് വളരെ മോശം കാര്യങ്ങളാണ് ആ സ്കൂളിൽ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് തെറ്റാണോ ശരിയാണോ, അവിടെ വ്യക്തിപരമായ കാര്യമാണോ അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് സംവിധാനമാണോ ഉണ്ടായത്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഒരു അധ്യാപകരുടെ ഉത്തരവൊക്കെ ഒഫീഷ്യലിയാണ് വരാറ്. ഇത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വ്യാപകമായി പോവുകയും അധ്യാപക കൂട്ടായ്മകളിലും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഗ്രൂപ്പുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി. ഇതിൽ ഞങ്ങൾ പ്രതികരിക്കാനുണ്ടായ കാരണം ഈ 3 സ്കൂളും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. അപ്പോൾ ആ പരാതികൾ നേരിട്ട് അവിടുത്തെ രക്ഷിതാക്കൾ PTA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മളെ വിളിക്കുമ്പോൾ, നമ്മൾ ഈ ഉത്തരവ് വായിക്കുമ്പോൾ ഇത്രയും കുഴപ്പങ്ങൾ ഒരു സ്കൂളിൽ സംഭവിച്ച അധ്യാപകരെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിലൊരു പ്രയാസം നമ്മൾ അറിയിച്ചു, ഉത്തരവ് തിരുത്തണം. പിന്നെ താങ്കൾ ചോദിച്ചതുപോലെ ഇത് ഒരു ഏറ്റവും അവസാനത്തതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഏതൊരു കാര്യത്തിലും പലപ്പോഴും വയനാട്ടിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ, ഞാനത് എക്സൈസ് വകുപ്പിലുണ്ടായിട്ടുണ്ട്, റവന്യൂവിലുണ്ടാവുന്നുണ്ട്, പോലീസിലുണ്ടാവുന്നുണ്ട്, പഞ്ചായത്ത് വകുപ്പിലുണ്ടാവുന്നുണ്ട്. പല ആളുകളും ഇവിടെ വരുമ്പോൾ നമ്മളൊരു പുതിയ ഓഫീസർ വന്നു എന്ന് പറയുമ്പോൾ അതിന് പുറകിലൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന് അവിടെ അച്ചടക്ക നടപടി നേരിട്ടൊരാളായിരിക്കും. അപ്പോൾ അച്ചടക്ക നടപടി നേരിട്ട ആൾ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ അവരിവിടെ നിന്ന് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ തിരിച്ചുപോക്ക് കുറച്ച് വൈകുമ്പോൾ സ്വാഭാവികമായി അവർ ലീവിലേക്ക് പോകും. അത് ജില്ലാതല ഓഫീസർ മുതൽ താഴെയുള്ള ഓഫീസർമാർ വരെയുള്ള സംവിധാനമാണ്. അപ്പോൾ അത് വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇതിൽ ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ജീവനക്കാരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ തന്ന് പിന്നോക്ക ജില്ല എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് തിരഞ്ഞെടുത്ത ആസ്പിരേഷൻ ജില്ലയിൽ നിന്ന് ഞങ്ങളെ മാറ്റേണ്ട ഉത്തരവാദിത്വം ഞങ്ങളതും സർക്കാരിൻ്റെയും എല്ലാവരുടെയുമാണ്. പക്ഷെ ആ ഉത്തരവാദിത്വത്തിന് പകരം ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ആ പ്രയാസം ഞങ്ങളുടേതായ മീറ്റിങ്ങുകൾ, ഇപ്പോൾ DDC മീറ്റിങ്ങുകൾ ഞങ്ങളിത് പറയാറുണ്ട്, ഇപ്പോൾ DPC മീറ്റിങ്ങിൽ ഞങ്ങൾ പറയാറുണ്ട്, അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു തീരുമാനം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ ഉത്തരവ്. ഞാൻ ആ അധ്യാപകരുമായി ബന്ധപ്പെട്ട് കോട്ടയം RDDയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. കാരണം അതിനകത്ത് PTA പരാതി, SMC ചെയർമാൻ്റെ പരാതി, MLAയുടെ പരാതി, പ്രിൻസിപ്പളിൻ്റെ പരാതി, ഇതിനൊന്നും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കൺസിഡർ ചെയ്യുന്നത് അതിൽ വിദ്യാർത്ഥികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ കൺസിഡർ ചെയ്തേ പറ്റൂ. കാരണം ഞങ്ങളുടെ ജില്ലയിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്കും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവാം. അപ്പോൾ ഒരു അധ്യാപിക പഠിപ്പിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു, അപ്പോൾ അവർക്ക് മാർക്ക് കുറച്ചു എന്ന ആക്ഷേപം ആ റിപ്പോർട്ടിനകത്തുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ റെക്കോർഡുമായി ബന്ധപ്പെട്ട് മാർക്ക് കുറയ്ക്കുമെന്നും ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് വിദ്യാർത്ഥികളുടെ മൊഴി RDDയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവരിവിടെ വരികയും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളുടേത് മാത്രമായൊരു പ്രശ്നമായി മാറും. അതിന് ഞങ്ങൾ വഴിവെക്കുന്ന ആവശ്യമില്ല. ഇവരെ ഏതെങ്കിലും മേഖല, വിദ്യാഭ്യാസ വകുപ്പിന് ഒരുപാട് കുട്ടികളെ നേരിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കുറേ തസ്തികകളൊക്കെ അവർക്കുണ്ട്. എവിടെ വേണമെങ്കിലും ഇവർ മാറ്റിക്കോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. ഈ നിലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കാണോ പണിഷ്മെന്റ് ഭാഗമായി അയക്കേണ്ടത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു കുറ്റത്തിന്റെ ഭാഗമായി അയക്കുകയാണെങ്കിൽ ആ സ്ഥലം അത്ര മോശമാണോ, അവിടുത്തെ കുട്ടികൾ അത്ര മോശമാണോ എന്നാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അക്കാര്യത്തിൽ കൂടുതൽ ഡിബേറ്റുകൾ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ തിരികെ എത്താം.
തിരുവനന്തപുരത്ത് കോടികളുടെ സാമ്പത്തിക തിരിമറി നടത്തിയ നെല്ലിമൂട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം പൂട്ടി. ആ വാർത്തയിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന ആ വിഷയത്തിൽ തന്നെ വീണ്ടും പോവുകയാണ്. ശ്രീ ഷാജിർ ഖാനും ഷംസാദ് മരക്കാറും തുടരുന്നത്. ശ്രീ ഷാജിർ ഖാൻ, നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച് കണ്ടല്ലോ. ഇപ്പോൾ ഈ അധ്യാപകരുടെ മെറിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പരിശോധിക്കുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ശിക്ഷാ നടപടിക്ക് വിധേയമാകുന്ന ആളുകളെ ഇവിടേക്കാണോ കൊണ്ടുവരേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനും അക്കാര്യത്തിലൊരു വിയോജിപ്പ് പറഞ്ഞത്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ അധ്യാപകരെ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ, അവർക്ക് പ്രവർത്തനം അല്പം മോശമാണെങ്കിൽ അത് തട്ടേണ്ടത് ഇതുപോലെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ്, മറ്റേതെങ്കിലും പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് മേലാണ് അവരെ അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ടോ? അതോ സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളുണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, അവിടേക്ക് അവരെ നന്നാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംവിധാനം ഒന്ന് മാറേണ്ടേ? അങ്ങനെ മാറാൻ എന്തെങ്കിലും ഒരു ദൂരവ്യാപകമായ സാധ്യതയെങ്കിലും കാണുന്നുണ്ടോ? അല്ല, സർക്കാരിന്റെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സമീപനം ഒരു അനീതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് പതിറ്റാണ്ടുകളായി, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആ ഒരു അനീതിയുടെ ഇരകളാണ് നമ്മൾ ഏവരും. ശിക്ഷിക്കപ്പെടുന്നവർ, കുറ്റാരോപിതരാകുന്നവർ, അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലം വടക്കൻ കേരളമാണ്, പ്രത്യേകിച്ചും കാസർഗോഡാണ്, അല്ലെങ്കിൽ കണ്ണൂരോ വയനാടിന്റെ ഉൾപ്രദേശങ്ങളോ ആണ് എന്ന സമീപനം അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അത് ഞാൻ ഈ പ്രത്യേക സ്കൂളിന്റെ കാര്യത്തിലല്ല പറഞ്ഞത്. പൊതുവിൽ നമ്മൾ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ സമീപനം തിരുത്തപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് മാത്രമല്ല, പിന്നാക്കാവസ്ഥയിലുള്ള ജില്ലകളെ സംബന്ധിച്ച് അവിടെയാണല്ലോ കൂടുതൽ പരിഗണന, കൂടുതൽ മികച്ച അധ്യാപകർ, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, കൂടുതൽ സീറ്റുകൾ, കൂടുതൽ ബാച്ചുകൾ. ഇപ്പൊ നമ്മള് +1 സീറ്റിന്റെ കാര്യം പലവട്ടം ചർച്ച ചെയ്തല്ലോ. നമ്മള് അത്തരം മലപ്പുറത്തും അല്ലെങ്കിൽ മലബാർ മേഖലയിലും പിന്നാക്കാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റുകളും ബാച്ചുകളും അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. അവരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണ്. അതിലൊരു തർക്കമില്ല. പ്രത്യേകിച്ചും വയനാടിന്റെ അവസ്ഥ വിശേഷം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ വയനാട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലൊക്കെ നേരിട്ട് പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയാം. ഞാൻ അതിന്റെ മറ്റൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ RDD റിപ്പോർട്ട് പോലും യഥാർത്ഥത്തിൽ മാനിപ്പുലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പ്രതികാര ബുദ്ധിയുടെ ഒരു വശം അതിനകത്ത് ഉണ്ട് എന്നത് നമ്മൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെടാതെ പോകരുത് എന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു മാത്രം. ശരി, നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമാണെങ്കിലും അങ്ങനെ വൈരം നിര്യാതന ബുദ്ധിയോട് കൂടിയാണോ ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടായത് എന്ന ഈ വിഷയത്തിന്റെ മറ്റൊരു ഭാഗമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അക്കാര്യം കൂടി ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ച ഉണ്ടാകട്ടെ. ശ്രീ ഷംസാദ് മരക്കാർ, അവസാനമായി ഈ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജില്ലാ പഞ്ചായത്ത് ഏത് തരത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ ഇത്തരം വിഷയങ്ങളിൽ? ഇതൊരു ഏറെക്കാലമായി തുടരുന്ന പതിറ്റാണ്ടുകളുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം ശ്രീ ഷാജിർ ഖാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നൊരു സംവിധാനമായതുകൊണ്ട് എങ്ങനെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു തിരുത്തലുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഇത് ബന്ധപ്പെട്ട എല്ലാ അധികാരികളും അറിഞ്ഞിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് തിരുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റുകയുള്ളൂ. ഇതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു നടപടിയെ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാക്കിയൊരു പ്രയാസമുണ്ട്. ആ പ്രയാസത്തെ അതിജീവിക്കുക എന്ന് പറയണമെങ്കിൽ ഈ ഉത്തരവ് റദ്ദ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ പറഞ്ഞ സ്കൂളുകളിലൊക്കെ ഇന്നലെ തന്നെ ഈ ഉത്തരവ് വന്ന ഉടനെ തന്നെ അവിടെ PTA മീറ്റിംഗ് കൂടുകയും അവിടുത്തെ രക്ഷിതാക്കൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ ഈ പ്രതിഷേധം നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഉത്തരവ് റദ്ദ് ചെയ്യുന്നില്ലെങ്കിൽ ഈ അധ്യാപകർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഉത്തരവ് ഉണ്ടാക്കിയവർ തന്നെയായി മാറും. പക്ഷേ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ തീരുമാനത്തിൽ ഇത് അവസാനത്തൊരു ഉത്തരവായി മാറണമെന്ന ആഗ്രഹമുണ്ട്. ഈ ജില്ലയിലേക്ക് ഇത്തരത്തിൽ ഒരു ദുർഗുണ പരിഹാര പാഠശാലയായി ഞങ്ങളെ ജില്ലയെ നിങ്ങൾ മാറ്റരുത്. ഈ ജില്ലയിലേക്ക് ആർക്കും അച്ചടക്ക നടപടിയെടുത്ത ആളുകൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള ഒരു തുറന്ന കേന്ദ്രമായി വയനാടിനെ നിങ്ങൾ മാറ്റരുത്. വയനാടിനെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെയാണ് നിങ്ങൾ തരേണ്ടത്. അത് തരുന്നില്ലെങ്കിലും ഇത്തരത്തിലൊരു അവഹേളിക്കുന്ന രീതിയിലേക്ക് വയനാട്ടിനോട് പെരുമാറരുത് എന്നുള്ള റിക്വസ്റ്റാണ് ബന്ധപ്പെട്ട അധികാരികളോട് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശരി, വയനാടിനെ മാത്രമല്ല നേരത്തെ പരാമർശിച്ച പോലെ വിവിധ ജില്ലകളിലും അത്തരം പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരം സാഹചര്യം നമ്മുടെ നാട്ടിൽ
ഈ ഉദ്യോഗസ്ഥ ഭരണ സംവിധാന മേഖലയിൽ നിലനിൽക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ദീർഘകാലമായി വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന എം ഷാജർ ഖാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശത്രുതയുടെ ഭാഗമായി, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണോ ഇത്തരം പ്രതികാര നടപടികൾ ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ ചർച്ച ആവശ്യമായി വരുന്നുണ്ട്. ഉചിതമായ പരിശോധന ഉണ്ടാകും, തിരുത്തലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ഇരുവർക്കും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.